അല്ല ഇത് പ്രദീപ് അല്ല, ഞാൻ മോഹൻലാലാണ് സിനിമയിലൊക്കെ അഭിനയിക്കുന്നത്, നിങ്ങൾക്ക് നമ്പർ തെറ്റിയിട്ടുണ്ട് ആരുടെങ്കിലും ഫോൺ അടിക്കും അവിടെ ഇരുന്നിട്ട്, സാർ അതങ്ങ് എടുക്കും. എടുത്തിട്ട് ഹലോ അപ്പം രാജേഷ് ഉണ്ടോ? ഇല്ലല്ലോ, ഞാൻ മോഹൻലാലാണേ. ഞാൻ കൊടുക്കാം രാജേഷ്. ആരാ രാജേഷ്? എടാ മോഹൻലാല്. അപ്പം പറഞ്ഞോളൂ ഞാൻ ഉണ്ടെന്ന് പറയുമോ. ഞാൻ മോഹൻലാലുണ്ട്. ഏത് മോഹൻലാൽ? സിനിമയിലാണ് എനിക്ക് മെല്ലെ പറയണേ, ആക്ടർ മോഹൻലാൽ. ഇപ്പൊ ഏതെങ്കിലും ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ ലോങ് ആയിട്ടുള്ള ജേർണി ഒക്കെ പോകേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, സാറിൻ്റെ കൂടെ ലോങ് ആയിട്ട് അങ്ങനെ പോയിട്ടില്ല. ഞാൻ ആകെ ട്രാവൽ ചെയ്തിരിക്കുന്നത് ഒറ്റപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കൊച്ചി വരെയാണ്. സാർ പിന്നെ ഷോർട്ട് ട്രിപ്പ് 1-2 തവണ പോയിട്ടുണ്ടെന്നുള്ളൂ. അത് സാറിൻ്റെ കൂടെ അവിടെ നിന്ന്, അത് ഞാൻ ഇപ്പം പരദേശി എന്ന് പറഞ്ഞ പടമാണ് തോന്നുന്നത്, അതിൻ്റെ ലൊക്കേഷനിൽ നിന്ന് സാറ് അമ്മയുടെ മീറ്റിംഗ്, സാറന്ന് പ്രസിഡൻ്റ് അല്ലാത്ത സമയം സാധാരണ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് സാറ് അവിടുന്ന് വണ്ടിയിൽ, സാറിനൊരു ബെൻസ് ഉണ്ട്, അവിടെ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഞാൻ ബാഗൊക്കെ തൂക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കാറൊന്നുമില്ല അത് നിൽക്കപ്പോൾ നിങ്ങൾ എവിടേക്കാന്ന് ചോദിച്ചു. എൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ. അപ്പം എന്നോടാണ് ചോദിച്ചത്, ഞാൻ ബാഗിൽ. നിങ്ങളോട് ഫോട്ടോഗ്രാഫർ നിങ്ങളോട് വരും വിളിച്ചു. എവിടേക്കാണ്? അപ്പം ഞാൻ എറണാകുളത്തേക്കാ കയറുന്നോ? ഇല്ല സാർ, ഞാൻ ബസ്സിലൊന്നോളാം, ഞാൻ വയ്ക്കാൻ തുടങ്ങി. ഞാൻ ബസ്സിൽ. അത് എൻ്റെ കൂടെ കയറില്ലേ? അല്ല അതല്ല, കയറുമോ, നമുക്ക് കഥയൊക്കെ പറഞ്ഞിട്ട് പോവാന്ന്. എന്നെ അവിടെ ആ കണ്ട പരിചയം, അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ കണ്ട ഒരു പരിചയം, ഞാൻ ആരാന്ന് പോലും, ഫോട്ടോഗ്രാഫറാണ്, ഇയാൾ എവിടുന്ന് വരുന്നു, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയാത്ത എന്നെ പിടിച്ച് ഫ്രണ്ട് സീറ്റിലിരുത്തി. ഞാൻ ഇങ്ങനെ ഇരിക്കുക, ബെൻസിലാണ് കയറുന്നത്, ഇരിക്കുക. അപ്പോൾ ബാഗൊക്കെ കയ്യിലിങ്ങനെ വെച്ചിട്ടുണ്ട്. ബാഗ് കൂടിയപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, എനിക്ക് ജസ്റ്റ് ബാക്കിലേക്ക് നോക്കിയാൽ മോഹൻലാലിനെ കാണാം. സ്വപ്നമാണോ എനിക്കറിയാം, എനിക്ക് നോക്കാനും പേടി. സാറ് ബാക്കിലിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആ ബാഗൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നു. ആ ബാഗ് ഇങ്ങനെ തന്നോളൂ, ഇവിടെ വെക്കാം. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു, വേണ്ട സാർ, ഇവിടെ വെക്കാം, നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ല. അപ്പം സാറ് ഈ ബാഗ് ഇങ്ങനെ എടുത്തപ്പോൾ എൻ്റെ കൈ സാറിൻ്റെ കയ്യിലങ്ങ് തട്ടി, വിരല്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് സാറിൻ്റെ വിരൽ. അപ്പോൾ തട്ടിയപ്പോൾ ഞാനങ്ങ് മാറി, ഞാൻ എൻ്റെ അമ്മയിൽ ഇതും കൊടുത്ത് സാറത് അവിടെ വെച്ചു, ഇങ്ങനെ പോന്നു. അപ്പം രമേശ് നാരായണൻ്റെ ഒരു CD വണ്ടിയിൽ പ്ലേ ചെയ്യുന്നുണ്ട്. ആ സിനിമയിലെ സോങ്ങാണെന്ന് തോന്നുന്നു. രമേശ് നാരായണനെ അറിയോ? അപ്പം ഞാൻ പറഞ്ഞു മ്യൂസിക് ഡയറക്ടർ. ഓക്കെ, നിങ്ങളിങ്ങോട്ട് തിരിയും, അല്ലെങ്കിൽ കഴുത്ത് നാശമായി പോകും. അപ്പം ഞാൻ ഇങ്ങനെ തിരിയും. മൊത്തത്തിൽ നമ്മൾ പെടലിയൊക്കെ വെട്ടി തിരിയില്ല, അതേപോലെയൊക്കെയാണ് തിരിയണേ. അറിയോ? അപ്പം ഞാൻ പറഞ്ഞു, അല്ല എനിക്ക് നേരിട്ട് അറിയില്ല സാറേ, മ്യൂസിക് ഡയറക്ടറാണ്, സിംഗറൊക്കെയാണ്. അയാൾ മ്യൂസിക് ചെയ്ത പാട്ട് കേൾപ്പിച്ചു തരട്ടെ. ഞാൻ ആ CD ഇടൂ. CD ഇട്ടു. പാട്ട് ഗസൽ പോലെ ഒരു പാട്ട്, അത് സാറ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന പാട്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണോ? അപ്പം ഞാൻ പറഞ്ഞു ഇഷ്ടമാണ് സാർ. നിങ്ങളൊന്ന് ഉറക്കെ പറയൂ. ഞാനിത് കാറ്റ് മാത്രമേ വരുന്നുള്ളൂ, എല്ലാം 3 തവണ ഞാൻ വെച്ച് പറയുന്നുണ്ട്, എനിക്കിത് പറ്റുന്നില്ല. അപ്പം ആ പാട്ട് ഇഷ്ടമാണ്. പാട്ട് പാടാൻ അറിയാം, കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് ഞാൻ, കുറച്ച് കർണാട്ടിക് മ്യൂസിക്. ഒരു പാട്ട് പാട്. അത് ശരിയല്ല, ഞാൻ അല്ലെങ്കിൽ പാടി ചിലപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറക്കി വിടും. ഞാൻ ഇല്ല സാർ, പാടും അന്വേഷിച്ചു, എത്ര ദൂരമുണ്ട്. പേര് വിളിച്ചില്ല, പാടുമോനെ എത്ര ദൂരമുണ്ട്. അപ്പം ഞാൻ പാട്ട് പാടി സാർ അവിടെ നിന്ന് കൈ എത്തിച്ച് എനിക്ക് കൈയൊക്കെ തന്നു. പിന്നെ എനിക്ക് കുറച്ച് ധൈര്യമൊക്കെ വന്നു. ഞാൻ സാർ ഒരു പാട്ട് പാടുമോ വെച്ചിട്ട് ഞാൻ കൊള്ളാലോ എന്ന് പറഞ്ഞു പാടാന്ന് പറഞ്ഞിട്ട് സാറ് പാട്ട് പാടി. സാറൊരു പാട്ട്, റസൂലിൻ കനിവാല എന്ന് പറഞ്ഞ പാട്ട് പാടി. അത് പാടിക്കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വരുന്നുണ്ട്, മഴ കാണുന്നുണ്ട്. മഴ ഇഷ്ടമാണോ? ഞാൻ മഴ ഇഷ്ടമാണ്. മഴയുടെ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട്, അറിയോ? അപ്പം ഞാൻ പറഞ്ഞു അറിയാം, മനോരമയിലെ ഫോട്ടോ. ഒക്കെ അറിയാം അപ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ മഴയൊക്കെ ഫോട്ടോ എടുക്കും. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ മാഗസിന് വേണ്ടിയിട്ടൊക്കെയാണ് അധികം ഫോട്ടോ എടുക്കില്ലേ. എവിടെ വീട്? അപ്പോൾ ഇന്ന സ്ഥലത്താണ് വീട്, ഇതൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ഞാൻ മോഹൻലാലിൻ്റെ കൂടെയാണ് യാത്ര ചെയ്യുന്നത്, എനിക്ക് ആരോടെങ്കിലും ഒന്നും അറിയിക്കണ്ടേ. അന്ന് ഈ സെൽഫി എടുക്കാനുള്ള പരിപാടിയൊന്നും ഇല്ലല്ലോ കയ്യിൽ. അപ്പം ഞാൻ ഒരുത്തിന് ഡയലി ഉണ്ട്, ബിനോയ് എന്ന് പറഞ്ഞിട്ട്. ഇവനാണ് എടുക്കണേയില്ല, ഇങ്ങനെ ഡയലി ചെയ്ത് വെക്കുക. അവസാനം അവനെ എടുത്തു. അപ്പം സാറ് വേറെ ഫോണിൽ ഇടവേള ബാബുവിനോട് സംസാരിക്കുക. അപ്പം ഞാൻ എടുത്തിടാം മോഹൻലാൽ. ഞാൻ മോഹൻലാൽ കൂടെ ഉണ്ട്. പിന്നെ പോവാൻ ചേട്ടാന്ന് പറഞ്ഞു. ഉണ്ട്, സൗണ്ട് കേക്ക്. പിന്നെ പോടുന്നു, നിങ്ങളേത് സിനിമ കണ്ടുകൊണ്ടിരിക്കുക? ഞാൻ ഇല്ല, കാറില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാനിങ്ങനെ ഫോൺ, എൻ്റെ മോഹൻലാൽ ഫോൺ കട്ടായിപ്പോയി. എന്ത് പറ്റി? ഇല്ല ഒന്നുമില്ല സാർ എന്ന് പറഞ്ഞു. ഈ ഫോൺ താഴേക്കൊക്കെ വീണു. അപ്പം ഞാൻ പറഞ്ഞു സാർ, അപ്പം കുറച്ചും കൂടെ കംഫർട്ടബിളായി. അപ്പം ഞാൻ പറഞ്ഞു സാർ, പിന്നെ അമ്മയും ജ്യേഷ്ഠനൊക്കെ ഉണ്ട്, സാറിനൊന്ന് ഫോണിൽ സംസാരിക്കാൻ പറ്റുമോ? അഹങ്കാരമാണ് കേട്ടോ എൻ്റെ. കുറച്ച് കഴിയുന്നോറും ഞാൻ ഓരോ ചോദ്യങ്ങൾ വയ്ക്കും.
അതിനെന്താ വിളിക്കൂ എന്ന് പറഞ്ഞു. അപ്പം അന്ന് വീട്ടിൽ മൊബൈലൊന്നുമില്ല, കുറേ ആയില്ല. അപ്പോൾ ലാൻഡ് ലൈനാണ്, വീട്ടിൽ ആരും ഫോൺ എടുക്കുന്നില്ല. കുറേ കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ വീട്ടിൽ വിളിച്ചപ്പോൾ ഇവിടെ വന്ന് പറഞ്ഞു. അങ്ങനെ ഫോൺ എടുത്ത് കഴിഞ്ഞപ്പോൾ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പം അമ്മ ഫോണിൽ നിന്നപ്പോൾ സാറ് ഇവിടെ മൊബൈലിൽ തിരക്കായിപ്പോൾ അമ്മ പറയണത്. അപ്പം അമ്മയ്ക്ക് ടെൻഷൻ. വേണ്ട ഞാൻ അവനോട് വിളിക്കാം. അപ്പം ബ്രദർ ഉണ്ട്, അവനോട് വിളിക്കാൻ പറയാം, അവൻ സംസാരിക്കട്ടെ, ഒരാളോടല്ലേ സംസാരിക്കാൻ പറ്റില്ല, അപ്പം അവൻ സംസാരിച്ചോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വിളിച്ചിട്ട് പറഞ്ഞു, എടാ എന്താടാ? അപ്പം ഞാൻ പറഞ്ഞു, എടാ മോഹൻലാൽ. അപ്പം പറഞ്ഞോളൂ ഞാൻ ഉണ്ടെന്ന് പറയൂ. ഞാൻ മോഹൻലാൽ ഉണ്ട്. ഏത് മോഹൻലാൽ? സിനിമയിലാണ് എനിക്ക് മെല്ലെ പറയണേ. ആക്ടർ മോഹൻലാൽ. ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞു. ആര്? എൻ്റെ പേര്? അപ്പം ഞാൻ മനസ്സിലായി അനൂപേ, ഞാൻ മോഹൻലാലാണ്. പിന്നെ ഞാൻ ശരിക്കും മോഹൻലാലാ. ഞാനിപ്പോൾ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? പിന്നെ അവനെ നിങ്ങളാരെന്ന് എനിക്കറിയില്ല, അവൻ മിമിക്രൊക്കെ കാണിക്കണത് അവൻ തന്നെയാണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഇല്ല ഞാൻ ശരിക്കും മോഹൻലാലാണ്. ഞാൻ എൻ്റെ വണ്ടിയിൽ അനീഷിനെ കയറ്റിയിട്ടുണ്ട്. ഒരിക്കലും സംഭവിക്കില്ല, നിങ്ങളുടെ വണ്ടിയിൽ ഒരിക്കലും അനീഷിനെ കയറ്റാൻ അയാൾക്ക് എന്നെ മനസ്സിലായില്ല തോന്നുന്നു. തിരിച്ച് ഫോൺ തന്നു എനിക്ക്. പിന്നെയാണ് അവന് മനസ്സിലായത് ഇത്. പിന്നെ അവൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ സംസാരിച്ചു. അവൻ ഞെട്ടി, ഫോണൊക്കെ കയ്യിൽ നിന്ന് പോയി. അങ്ങനെ കുറേ ഇൻസിഡൻ്റ്. അങ്ങനെ കുറേ സാറ് ഇപ്പോഴും ഈ ലൊക്കേഷനിലൊക്കെ ഇങ്ങനെ സാറ് നടന്നു പോകുമ്പോൾ ആരുടെങ്കിലും ഫോൺ അടിക്കും. അവിടെ ഇരുന്നിട്ട് സാറ് തന്നെ എടുത്തിട്ട് ഹലോ, അപ്പം രാജേഷ് ഉണ്ടോ? ഇല്ലല്ലോ, ഞാൻ മോഹൻലാലാണേ. ഞാൻ കൊടുക്കാം രാജേഷ്. ആരാ രാജേഷ്? ഇങ്ങനത്തെ ഓരോ പരിപാടിക്ക് ഇവൻ ഇങ്ങനെ ഇരിക്കും. അപ്പം അപ്പുറത്തെ ചിലപ്പോൾ രാജേഷിന്റെ ഭാര്യ ആയിരിക്കാം, മറ്റാരെങ്കിലും. അല്ലേ സോറി ഞാൻ മോഹൻലാൽ, ഞാൻ കൊടുക്കേ കൊടുത്തിട്ട് അങ്ങ് പോകും. ഇങ്ങനെയൊക്കെ കാണിക്കുക. ചില സമയത്ത് ലാൽ സാറ് ഇപ്പോൾ ബറൂസിൻ്റെ ലൊക്കേഷനിൽ സാറ് മേക്കപ്പ് റൂമിലിരിക്കും. അപ്പം ഞാൻ ഇപ്പുറത്തുണ്ട്. സാറിൻ്റെ ഫോൺ അടിച്ചു, അൺനോൺ നമ്പറാണ്. നമ്മളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടെ സെലിബ്രിറ്റീസ് ആകുമ്പോൾ അൺനോൺ നമ്പർ എടുക്കേണ്ട ആവശ്യമില്ല, എടുക്കാറും ഇല്ലല്ലോ. സാറിങ്ങനെ നോക്കി ഫോൺ അടിക്കണം. അത് ഞാൻ കോൾ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ശരി ഇതാരാണിത്? ഓക്കെ എടുത്ത് ഹലോ. അപ്പോൾ അവിടെ നിന്ന് ചോദിക്കുന്നു പ്രദീപാണോ ചോദിക്കാൻ. എനിക്ക് കേൾക്കാം. അല്ല ഇത് പ്രദീപ് അല്ല, ഞാൻ മോഹൻലാലാണ് സിനിമയിലൊക്കെ അഭിനയിക്കുന്നത്, നിങ്ങൾക്ക് നമ്പർ തെറ്റിയിട്ടുണ്ട്. ഞാൻ അത് സാറ് സാധാരണക്കാരനാണ്, അതാണ് സാറിൻ്റെ ക്വാളിറ്റി. നമ്പർ നോക്കി വിളിക്കണ്ടേ, ഇതല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് വെച്ച്. അപ്പൊ ഞാൻ ആലോചിക്കാം അപ്പുറത്തുള്ള അവസ്ഥ ഇപ്പൊ എന്തായിരിക്കുന്നത്. ഇല്ല പിന്നെ വിളിച്ചിട്ടൊന്നുമില്ല. ഞാനിരുന്ന സമയത്ത് വിളിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങള് ഇങ്ങനെ പറയും. അതാണ് സാറ് അങ്ങനെയാണ്.